യൂറിത്തിമിക്സിനെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. യൂറിത്തിമിക്സ് എന്നാൽ എന്താണ് അർത്ഥം? പാട്ടിനൊത്തൊരു നൃത്തം, അത്രയേ ഉള്ളൂ. സാധാരണയായി ഓരോരുത്തരും ഒറ്റയ്ക്കാണ് യൂറിത്തിമിക്സ് പരിശീലിക്കുക. എന്നാൽ ചിലപ്പോൾ രണ്ടുപേർ ഒന്നിച്ചായിരിക്കും. സംഗീതം രണ്ടാം കാലത്തിലെത്തുമ്പോൾ അവർക്ക് വേണമെങ്കിൽ കൈകോർത്ത് നീങ്ങാം, അല്ലെങ്കിൽ കണ്ണടച്ചു പിടിച്ച് നടക്കാൻ ശ്രമിക്കാം. യൂറിത്തിമിക്സിനിടയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണ്? ടോട്ടോയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പരസ്പരമുള്ള ചർച്ച പാടില്ല, സംസാരം പാടില്ല. ചില ദിവസങ്ങളിൽ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ യോഗമുണ്ടായിരിക്കും. അന്നേ ദിവസം അമ്മമാർക്ക് ജനലിലൂടെ എത്തി വലിഞ്ഞു നോക്കി ഈ മനോഹര ദൃശ്യം കാണാവുന്നതാണ്. പിയാനോയുടെ നാദവീചികൾക്കനുസരിച്ച് കൈകാലുകൾ അനായാസം ചലിപ്പിച്ച് കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി നടക്കുന്ന മനോഹരമായ ദൃശ്യം. യൂറിത്തിമിക്സിന്റെ പ്രാഥമികമായ ഉദ്ദേശം മനസ്സിലും ശരീരത്തിലും താള അവബോധമുണ്ടാക്കുക എന്നതാണ്. അതിലൂടെ ആത്മാവും ഭൗതിക ശരീരവും തമ്മിലുള്ള ലയനം സാധ്യമാകുന്നു. ഈ ആത്മലയം കുട്ടികളുടെ ഭാവനാ ലോകത്തെ സ്പർശിച്ചുണർത്തുകയും അവരുടെ സർഗശേഷിയുടെ സീമകളെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെ ചിന്തകളിൽ പോലും ഇതിനു മുമ്പ് വന്നിട്ടില്ലാത്ത ഒന്ന്. അമ്മയുടെ വിരലിൽ തൂങ്ങി ആദ്യമായി ടോമോയുടെ ഗേറ്റ് കടന്ന അന്ന് ചാഞ്ഞു കിടക്കുന്ന ചൂണ്ടുപലകയിൽ നോക്കി കൊച്ചു ടോട്ടോ ചോദിച്ചിരുന്നു, ടോമോ എന്ന് വെച്ചാല് എന്താ അമ്മേ? അതെ, എന്താണ് ഈ ടോമോ? അറിയാമോ നിങ്ങൾക്ക്? കോമയുടെ, അതായത് അല്പവിരാമ ചിഹ്നത്തിന്റെ ആകൃതിയിലുള്ള ഒരു ജാപ്പനീസ് പൗരാണിക ചിഹ്നമാണ് ടോമോ. രണ്ട് ടോമോകൾ കൂടി ചേർന്ന് പരമ്പരാഗതമായ ചിത്രം കൊബായാഷി മാസ്റ്റർ പള്ളിക്കൂടത്തിന്റെ ചിഹ്നമായി സ്വീകരിക്കുകയായിരുന്നു. രണ്ട് ടോമോകളിൽ, അതായത് രണ്ട് കോമാകളിൽ ഒന്ന് കറുത്തതും മറ്റേത് വെളുത്തതുമാണ്. രണ്ട് കോമകൾ കൂടി ചേർന്ന ഈ വൃത്തം എന്തിനെയാണ് പ്രതീകവത്കരിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും സന്തുലിതമായ ലയം, അവയുടെ സൂക്ഷ്മവും ഏകാഗ്രവുമായ വളർച്ച. അതാകുന്നു മാസ്റ്ററുടെ അന്തിമ ലക്ഷ്യം. യൂറിത്തിമിക്സ് എത്രത്തോളം ഫലപ്രദമാണ് എന്ന് മനസ്സിലാക്കിയ മാസ്റ്റർ ടോമോയിലെ പാഠ്യപദ്ധതിയിൽ അതുകൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം മുതിർന്നവരുടെ അനാവശ്യമായ ഇടപെടലുകൾ കൊണ്ട് കൂടുതൽ മലിനമാകാതെ നൈസർഗികമായി വളർന്ന് വികസിക്കാൻ അത് സഹായകമായിരിക്കും എന്ന് അദ്ദേഹം കണ്ടെത്തി. സമകാലിക വിദ്യാഭ്യാസം എഴുതപ്പെട്ട വാക്കുകൾക്കും എഴുതിക്കലുകൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് കൊബായാഷി മാസ്റ്റർ എപ്പോഴും പരാതിപ്പെട്ടിരുന്നു. കുട്ടികളുടെ സഹജമായ ഇന്ദ്രിയ ബോധത്തെയാണ് ഇത് മൂടിവെക്കുന്നത്, മുരടിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആർദ്ര ലോലമായ ശബ്ദവുമായി, അതായത് സ്വന്തം മനസ്സിന്റെ ഉൾവിളികളുമായി ഭാവനയുടെ ലോകത്ത് വെച്ച് സൂക്ഷ്മമായി സംവദിക്കുവാനുള്ള കുഞ്ഞുങ്ങളുടെ കഴിവിനെ, അത് കുഞ്ഞുങ്ങൾക്ക് മാത്രം സാധിക്കുന്ന കഴിവാണ്. ആ കഴിവിനെ എഴുതലും വായിക്കലുകളും ഒരു അളവിൽ കൂടുതലായാൽ മരവിപ്പിച്ചു കളയുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. കവി ഭാഷോ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ശ്രദ്ധിക്കൂ, ഒരു തവള പുരാതനമായൊരു പൊയ്കയുടെ നിശബ്ദതയിലേക്ക് കുതിക്കുകയാണ്. പക്ഷേ കുളത്തിലേക്ക് ചാടുന്ന തവളച്ചാരുടെ അപൂർവ ദൃശ്യം ഭാഷോയ്ക്ക് മാത്രമുള്ളതല്ലല്ലോ. ഈ ദൃശ്യം കണ്ടിട്ടുള്ള മറ്റെത്രയോ പേർ ഭൂമിയിലുണ്ട്. കലത്തിലെ ജലം ആവിയായി തിളച്ചു പൊങ്ങുന്നത് കണ്ട് കൗതുകം പൂണ്ട് നിൽക്കാനും, മരത്തിൽ നിന്നൊരു ആപ്പിൾ താഴേക്ക് അടർന്നു വീഴുന്നത് നോക്കി ചിന്തയിൽ മുഴുകാനും ഒരു ജെയിംസ് വാട്ടിനോ ഐസക് ന്യൂട്ടനോ മാത്രമല്ല കഴിയുക. ലോകത്തിലെങ്ങുമുള്ള എത്രയോ മനുഷ്യർ യുഗാന്തരങ്ങളിലൂടെ ജിജ്ഞാസുക്കളായി ഇവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ചിലർക്ക് മാത്രം എങ്ങനെയാണ് ഇതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാവുന്നത്? പലപ്പോഴും നാം ഭയക്കേണ്ടിയിരിക്കുന്നു. ദൃഢമായ ശബ്ദത്തിൽ മാസ്റ്റർ പറയും, കണ്ണുണ്ടെങ്കിലും സൗന്ദര്യമുള്ളതൊന്നും കാണുന്നില്ലെങ്കിൽ, കാതുണ്ടെങ്കിലും ശരിയായ സംഗീതം എന്തെന്ന് അറിയുന്നില്ലെങ്കിൽ, മനസ്സുണ്ടെങ്കിലും സത്യത്തെ മനസ്സിലാക്കാനാവുന്നില്ല എങ്കിൽ, ഹൃദയമുണ്ടെങ്കിലും വേദനകളിൽ ഉരുകാതെ എന്നേക്കുമായി അത് കല്ലിച്ചു പോകുന്നുവെങ്കിൽ തീർച്ചയായും ഭയക്കേണ്ടതുണ്ട്, നാം സൂക്ഷിക്കേണ്ടതുണ്ട്. നഗ്നപാതയായി തുള്ളിക്കളിക്കുമ്പോൾ, ഇസഡോറ ഡെങ്കനെ പോലെ താളം ചവിട്ടി നടക്കുമ്പോൾ ടോട്ടോച്ചാൻ അത്യധികമായി ആഹ്ലാദിച്ചിരുന്നു, നിറഞ്ഞ് സന്തോഷിച്ചിരുന്നു. ഈ പാട്ടിനൊത്ത നൃത്തം
യൂറിത്തമിക്സ് പള്ളിക്കൂടത്തിലെ ദൈനംദിന പാഠങ്ങളിൽ ഒന്നാണ് എന്നത് അവൾ ഒരിക്കൽ പോലും ഓർത്തിരുന്നതേയില്ല. കുട്ടികൾ അറിയാതെ കുട്ടികളുടെ ഉള്ളിലെ സർഗചേതനയെ വികസിപ്പിക്കുന്ന കൊബായാഷി മാസ്റ്ററും ടോമോ സ്കൂളും.